ഗൈസ് അപ്പോൾ നോക്കണേ ഞാനും നമ്മുടെ എഫേഴ്സ് നമ്മുടെ പിള്ളേരെല്ലാവരും കൂടി നേരെ ലോബിയിലൊക്കെ എത്തില്ല. അതും ഗൈസ് ഗേൾ ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും CS റാങ്കുകാരിലൊക്കെ പോയിട്ട് ഗേൾ പ്രാങ്കുകാരൊക്കെ ചെയ്ത് നോക്കാം. എത്ര എണ്ണം വളയോ ഇല്ലെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും സിഗ്മ കുട്ടന്മാരെ കണ്ടെത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കി നോക്കാം. സബ്സ്ക്രൈബ് ചെയ്ത സബ് ചെയ്ത് പവർ ആയിക്കോ. ഒന്നും നോക്കല്ലേ ഗൈസ്, ഞങ്ങൾ വന്നത് ഒരു നേരെ ത്രോണിമോട്ടുകളൊക്കെ ഇട്ട് എല്ലാവരും വരിവരിക്കോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ കൊച്ചു കഴിവുകാരികളാണെങ്കിൽ ഓടി വന്നിട്ട് അടിക്കുന്നുണ്ട് ഗൈസ്. ഒരു കണ്ണിച്ചോര കാണിക്കാത്ത എനിമീസ് ആയി പോയി. എന്ത് ചെയ്യാനാ? അങ്ങനെ അടുത്തിട്ടുള്ളതാണ് ഞങ്ങൾ ഇവിടെ വരിവരിക്കായിട്ട് ഇരിക്കുന്നത് ഗൈസ്. എന്ത് ലുക്കാ നോക്കി ഗൈസ്, വരിവരിക്കെല്ലാവരും ത്രോണിമോട്ടുകളൊക്കെ ഇട്ട് ഇരിക്കുന്നതാണ് ഗൈസ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ലോകം തന്നെ ഒരു കുറിപ്പ് നമ്മൾ അടിച്ചിട്ട് നോക്കുമ്പോൾ ടീമേറ്റ്സിനെ അടിച്ചിട്ട് ഒരു കഴിവേറി അവിടെ ഇരുന്ന് ഇമോട്ട് ഇരുന്ന് കണ്ടു ഗൈസ്. അടുത്ത ഇവിടെ ലോലിമോട്ട് ഇടുന്നുണ്ട്. അങ്ങനെ പിറ്റത്തിലുണ്ട് നമ്മൾ വീണ്ടും ഇവിടെ തന്നെ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടം ഓടി വന്നിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ഞങ്ങളൊക്കെ നോക്കാക്കിയിട്ട് അവൻ ഇവിടെ ഇമോട്ടിട്ട് സൂചിച്ചുകൊണ്ടിരിക്കുക കൊച്ചു കള്ള. അങ്ങനെ ഈ റൗണ്ട് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് പവർ ആക്കിയാൽ മാത്രമേ നമുക്ക് റിവെഞ്ച് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്നോട് സബ്സ്ക്രൈബ് ചെയ്ത് പവർ ആക്കിക്കോ. അങ്ങനെ ഈ സൗമാരൊക്കെ കൂടെ എന്നിട്ട് വളഞ്ഞ് ഞാൻ ചത്തെന്ന് കരുതിയതാണ് ഗൈസ്. അങ്ങനെ ചാവാതെ നമ്മൾ വീണ്ടും ജനിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ അവനെ നമ്മൾ കുത്തി അങ്ങോട്ട് പിടിച്ച് നേരെ അവനെ ഈ റൗണ്ടുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നേരെ ഇമോട്ട് അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 2 സബ്സ്ക്രൈബ് ചെയ്യാം.